തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തോടെയാണ് ബി.ജെ.പിയിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ അവരുടെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു വലിയ യത്നം തന്നെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ശ്രീ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയത്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ പുനഃസംഘടനയിൽ അനിൽ ആൻ്റണി, അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് തുടങ്ങിയവരൊക്കെ തന്നെ ബി.ജെ.പിയിലേക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മുന്തിയ പരിഗണന കൊടുത്ത് ഇവരെല്ലാം ബി.ജെ.പിയിലേക്ക് ആകർഷിക്കുന്നു. കോട്ടയം എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യം, അതായത് ബി.ജെ.പിക്ക് ഒരുപാട് സാധ്യതയുള്ളൊരു മണ്ഡലമാണ് കോട്ടയം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന തലത്തിലെ അവരുടെ ശില്പശാല പോലും കോട്ടയത്ത് നടത്തിയത്. അപ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, കോട്ടയത്തിൻ്റെ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് ഇവർക്ക് കടന്നു കയറണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ്. പാലാ ബിഷപ്പിൻ്റെ ഒരു ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയെ അന്ന് SDP അടക്കമുള്ള സംഘടനകൾ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ മധ്യമേഖല പ്രസിഡന്റായ എൻ ഹരിയുടെ നേതൃത്വത്തിലാണ് വലിയൊരു സംഘം തന്നെ അങ്ങോട്ട് തിരിച്ചെത്തുകയും അങ്ങനെ ഇവരെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലൊക്കെ സംഭവങ്ങളുണ്ടായി. PC ജോർജ് അവിടെ വരുന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ബി.ജെ.പി ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് അടുക്കാനുള്ള ചില നീക്കങ്ങൾ. എന്നാൽ ഇതിനിടയിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ചില തെറ്റായ പ്രവണതകൾ, ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയും പെന്തക്കോസ്ത് വിഭാഗത്തിലെ പാസ്റ്റർമാർക്കെതിരെയൊക്കെയുള്ള നിരന്തരമായ പീഡനങ്ങൾ, അതാണ് ഇതിനെ ഒരു സംശയ ദൃഷ്ടിയോടെ നീക്കുന്നത്. അതോടൊപ്പം തന്നെ മുനമ്പം പ്രശ്നത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക്സാണ് അവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവരുടെ ഇടയിലേക്ക് ബി.ജെ.പി രംഗത്തെറിയുകയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ രംഗത്തിറക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ക്രിസ്ത്യൻ വിഭാഗം, അത് ബാക്കി അതിൻ്റെ ആന്തരഫലങ്ങളെ പറ്റിയൊന്നും വ്യക്തമായി വരുന്നില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇതെല്ലാം കാണിക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ ബി.ജെ.പി കയ്യിലെടുക്കാനുള്ള നീക്കങ്ങൾ. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരനായ മാർ കൂവക്കാട് കർദിനാളായി കൊടുത്തപ്പോൾ പ്രധാനമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ഒരു കേന്ദ്ര പ്രതിനിധി സംഘത്തെ തന്നെ അയച്ചു. ഫ്രാൻസിസ് പാപ്പായുടെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി അതുപോലെ തന്നെ കേന്ദ്ര സംഘത്തെ അയച്ചു. ഇതെല്ലാം ക്രിസ്ത്യൻ വിഭാഗത്തെ ആകർഷിക്കാവുന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ കോട്ടയത്ത് എത്രമാത്രം അവർക്ക് കടന്നു കയറാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. ബി.ജെ.പിക്ക് വളക്കുള്ള മണ്ണാണ് കോട്ടയം, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം. കാഞ്ഞിരപ്പള്ളിപ്പെട്ട പള്ളിക്കത്തോട് പഞ്ചായത്ത് ബി.ജെ.പി ഒറ്റയ്ക്ക് ഭരിക്കുന്ന പഞ്ചായത്താണ്. ബി.ജെ.പിക്ക് വലിയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ്. പക്ഷേ എങ്കിൽ തന്നെ ആണെങ്കിൽ പോലും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി വരുന്നില്ല. കാലങ്ങളായിട്ട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി അവിടെ വോട്ടിൻ്റെ ഷെയർ നോക്കിയാൽ പിന്നോക്കമാണ്. ജയരാജുമായിട്ട് ഒരു ഒത്തുകളി അല്ലെങ്കിൽ പരസ്പരം നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് ഇപ്രാവശ്യം തന്നെ ആയിരിക്കും സംഭവിക്കും. പക്ഷേ ബി.ജെ.പിയുടെ ശക്തനായ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം അൽഫോൺസ് കണ്ണന്താനം വന്നിട്ടും അൽഫോൺസ് കണ്ണന്താനത്തെ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ പോലും വോട്ട് കുറയാണ് ഉണ്ടായത്. ബി.ജെ.പി ഒറ്റയ്ക്ക് ഭരിക്കുന്ന പഞ്ചായത്തിൽ പോലും. അപ്പം അത് ഒരു ജയരാജനെതിരെ ഒരു നല്ല പ്രചരണം അല്ലെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതൊക്കെ ചില ഒത്തുതീർപ്പ് കളികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് ഇപ്പം ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കാനാണ് നീക്കം നടത്തുന്നത്. അപ്പോൾ പാലായിൽ എത്രമാത്രം ഉണ്ടാകും? ഷോൺ ജോർജിന് ഒരിക്കലും പൂഞ്ഞാറിൽ മത്സരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം പൂഞ്ഞാറിലൊരു എന്നിമ വിഭാഗത്തെ ഷോൺ ജോർജിൻ്റെ അപ്പൻ PC ജോർജ് അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അവരുടെ ഇടയിൽ നിന്ന് വോട്ടുകളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ന്യൂനപക്ഷങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് അറിയുമ്പോൾ തന്നെ PC ജോർജ് ബി.ജെ.പിയുടെ നേതാവാണ്. PC ജോർജിൻ്റെ വായിൽ നിന്ന് ഇപ്പോഴും വർഗീയ വിദ്വേഷം തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ പറ്റും? അബ്ദുള്ളക്കുട്ടി ബി.ജെ.പിയിലേക്ക് വന്നിട്ട് എന്താ സംഭവിച്ചത്? വലിയ പ്രയോജനം ഉണ്ടായോ? ബി.ജെ.പിക്ക് എന്തെങ്കിലും അബ്ദുള്ളക്കുട്ടിക്ക് വ്യക്തമായിട്ട് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു മുസ്ലിമിനെ പോലെ പുള്ളിക്ക് ആകർഷിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. പിന്നെയുള്ളത് കാസ പോലെയുള്ള സംഘടനയെ കൊണ്ട് വർഗീയ വിഷം വമിപ്പിച്ച് സമുദായ ഭിന്നത ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ. അപ്പം അവരുടെ പോസ്റ്റിലൊക്കെ ഇവരെ പൂർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ ബി.ജെ.പി എന്ന് പറയുന്ന സംഘടന ക്രിസ്ത്യാനികളെ സ്വീകരിക്കാൻ തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിരുദ്ധതയും അവരുടെ ദേശീയ തലത്തിലുള്ള ചില സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുന്നുള്ളതും അവരെ ആലോചിക്കേണ്ട കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോട്ടയം ജില്ലയിൽ ബി.ജെ.പി എത്രമാത്രം നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ബി.ജെ.പിയുടെ ഒരു പ്രമുഖമായ ഒരു ജില്ലയായി കോട്ടയം മാറി. കാരണം കേന്ദ്രമന്ത്രി കോട്ടയത്തു നിന്നുണ്ട്, ബി.ജെ.പിയുടെ വൈസ് പ്രസിഡന്റായിട്ട് ഷോൺ ജോർജ് കോട്ടയത്തു നിന്നുണ്ട്, അതുപോലെ തന്നെ മധ്യമേഖല പ്രസിഡന്റായിരുന്ന മേഖലാ പ്രസിഡന്റായ അദ്ദേഹമുണ്ട്. അപ്പോൾ അതുപോലെ മുൻ വൈസ് പ്രസിഡന്റുമാരായിരുന്ന പ്രമീള ദേവി, ജി രാമന്നാരെല്ലാം കോട്ടയത്തു നിന്നുള്ളവരാണ്. അപ്പോൾ കോട്ടയത്തിന് നല്ല അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള മണ്ഡലമാണ് കോട്ടയം. അപ്പോൾ അത് എത്രമാത്രം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം ജനങ്ങളിലേക്ക് കടന്നു കയറാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യമാണ്.
പ്രത്യേകിച്ചും ഇവർ പറയുന്ന ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ റബ്ബറിൻ്റെ വില തകർച്ചയാണ്. അപ്പോൾ റബ്ബറിൻ്റെ വില 250 രൂപ ആക്കണമെന്ന് ഇടതുപക്ഷം പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇതേ നടപ്പിലായില്ല. കേന്ദ്രത്തിന് അതിനകത്ത് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെ അതിനകത്ത് ഉറപ്പ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? അക്കാര്യത്തിലും ഒന്നും വേണ്ടിയിട്ടില്ല. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അതുപോലെ വന്യമൃഗ സംരക്ഷണ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാർഷിക ജനത നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ എരുമേലി പ്രദേശങ്ങളിലൊക്കെ അറിയാം, വന്യമൃഗങ്ങളെ ജീവിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് ആക്ടിൻ്റെ അകത്ത് വന്യജീവി സംരക്ഷണ ആക്ടിൻ്റെ അകത്ത് ഭേദഗതി വരുത്താൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ബി ജെ പിക്ക് അടുത്ത് തെരഞ്ഞെടുപ്പ് ഉത്തരം പറയേണ്ടി വരും മുന്നണിയിൽ നിന്നൊക്കെ. എന്ന് പറഞ്ഞാൽ ഇപ്പം ജനഹരിയെ പോലുള്ള നേതാക്കൾ വളരെ താഴെത്തട്ടിൽ തന്നെ പ്രവർത്തിച്ച് ബി ജെ പിക്കാർ ആണെങ്കിൽ പോലും ആളുകളുടെ കോൺഗ്രസ്സുകാരുടെയും പോലീസുകാരുടെയും CPM-കാരുടെ എല്ലാം മർദ്ദനമേറ്റൊക്കെയാണ് തെരഞ്ഞെടുപ്പ് അവർ ഉയർന്നു വന്നത്. ഇപ്പോൾ ഷോൺ ജോർജ് ബി ജെ പിക്ക് എന്ത് സംഭാവന ചെയ്യുന്നു പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ ഒരാളെന്നുള്ളതല്ലാതെ മറ്റൊന്ന് സംഭാവന ചെയ്യാം അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? വൈസ് പ്രസിഡൻ്റായി നേരിട്ട് ആയി. അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം പൂഞ്ഞാറ് ജയിച്ചു തന്നെ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ്. ഇപ്പം ഷോണിൻ്റെ മണ്ഡലം വിഭജിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ അകത്ത് തന്നെ മാറ്റങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം അവരെ വിജയത്തിലേക്ക് നയിക്കും? അല്ലെങ്കിൽ ഇവരുടെ പ്രകടനം ആകത്തുക എന്തായാലും ഇവർക്ക് റിസൾട്ട് ഉണ്ടാകണം. ഈ സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാകണമല്ലോ. അപ്പോൾ താഴെത്തട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള പുത്തൻ കൂറ്റുകാർ പെട്ടെന്ന് കടന്നു വരുന്നവർ അല്ലെങ്കിൽ പുത്തൻ മടക്കാരെന്ന് പറയുന്ന രീതിയിൽ ഇവരൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് പിന്നെ അവരുടെ ജാടകൾ അവരെ ചുറ്റിപ്പറ്റി ഒരു ഉപജാപ സംഘം രൂപീകരിക്കപ്പെടുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നത് കേട്ടു, പിന്നെ മേഖലാ സമ്മേളനത്തിലൊക്കെ ചെന്നപ്പം ഷോണിൻ്റെയൊക്കെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി. മാധ്യമപ്രവർത്തകരെ കണ്ട ഒരു താല്പര്യമില്ലായ്മ, താൻ വലിയ നേതാവാണെന്നുള്ള ഭാവം, അതൊക്കെയാണ് ഇവരുടെയൊക്കെ ചില സ്വഭാവം. അങ്ങനെ ഇതൊക്കെ ആളുകളിൽ അകറ്റുന്ന സ്വഭാവങ്ങളാണ്. ഞാൻ വ്യക്തിപരമായിട്ട് കുറ്റം പറയുന്നതല്ല. അപ്പം നേതാക്കന്മാർ അണികളെ കൂടെ നിർത്തുന്നത് അവരുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടാണ്. ഇപ്പോൾ PC ജോർജും മകനും എങ്ങനെ BJP വന്നെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. NIയുടെയും EDAയുടെയും ഒക്കെ ചില ഇടപെടലുകൾ അതിന് പിന്നിലുണ്ട്. അവരെയൊക്കെ ഭയപ്പെട്ടാണെന്ന് ചോദിച്ചാൽ അതിന് സംശയിക്കേണ്ടിയിരിക്കും. അതിൻ്റെ കാരണങ്ങളുണ്ട്. പിന്നീട് ഞാൻ അത് വിശദമാക്കാം.